വയറ്റിലെ ഗ്യാസിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഗ്യാസ് ഉണ്ടെന്ന് പറയുമ്പോഴേ ഈ വയറ് കൊട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഏമ്പക്കം ഉള്ളവർ എന്ന് പറഞ്ഞു വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഏമ്പക്കം വരുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കഴിക്കുമ്പോഴത്തേന് വയറ് നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കീഴ്വായു പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പം വയറെന്ന് പറയുന്ന ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് പലപ്പോഴും പലർക്കും ഉള്ളതാണ്. പക്ഷേ എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജെലുസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഗുളികയോ എന്തെങ്കിലും കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അരിഷ്ടമോ കഷായം എന്തെങ്കിലും കുടിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക കരിഞ്ചീരകോ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ആശ്വാസം എന്ന് പറഞ്ഞു വെച്ചാൽ അതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ബാക്ടീരിയൽ പ്രശ്നമാണ്. ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അവിടെ എന്താ പറയുക ഫംഗസ് കൂടുന്നു, വിരയുടെ കൂടുന്നു, ബാക്ടീരിയകൾ കൂടുന്നു. ഈ ചീത്ത ബാക്ടീരിയ കൂടുന്ന അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ഗ്ലൂക്കോസ് കണ്ടന്റ് എന്തെങ്കിലും സപ്ലൈ ചെയ്താൽ അതിനെ ഈ ബാക്ടീരിയകൾ തിന്ന് ദഹിപ്പിച്ച് ഫെർമെൻ്റ് ആവും ചെയ്യും. എന്നിട്ട് ഗ്യാസ് റിലീസാവും. ഇങ്ങനെയാണ് ഗ്യാസ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ചില പ്രോട്ടീനുകൾ ദഹിക്കത്തില്ല. ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു, വയറ്റിൽ ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു. അപ്പോൾ ഈ പയർ പരിപ്പ് കഴിച്ചാൽ ദഹിക്കത്തില്ല, ഗ്യാസ് ഫോർമേഷൻ ആകും. ചിലർക്ക് ഇറച്ചി മീനും മുട്ടയും കഴിക്കാൻ പറ്റത്തില്ല, ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു. അപ്പം നമ്മൾ എവിടെയാണത് ശരിയാക്കേണ്ടത് നോക്കിയിട്ട് അത് ശരിയാക്കുന്നതിന് പകരം ഗ്യാസിന് മരുന്ന് മാത്രം എടുത്തുകൊണ്ടിരുന്നത് ഗ്യാസിന് പ്രശ്നം മാറാൻ പോകുന്നില്ല. നല്ല ബാക്ടീരിയകളെ സപ്ലൈ ചെയ്യണം, വിരയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകണം, ഫംഗസ് ക്ലിയർ ആകണം, ആസിഡ് പ്രൊഡക്ഷനൊക്കെ പ്രോപ്പർ ആകണം. അതേപോലെ തന്നെ ആ കുടലിലേക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സപ്ലൈ ചെയ്യരുത്. അത് അവിടെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, അവിടെ പൊള്ളലോ കാര്യങ്ങൾ എന്തിനാണ് അത് ക്ലിയർ ആണ്, അൾസേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. ഇതെല്ലാം ഒരു റിപ്പയർ, അതായത് ഗട്ട് റീസെറ്റ് തെറപ്പി എന്ന് പറഞ്ഞ് നമ്മൾ ജോൺ മരിയൻസിസ് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ശരിയാക്കിയെങ്കിൽ മാത്രമേ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. നമുക്കിപ്പോൾ ജസ്റ്റ് ഗ്യാസ് വരുമ്പോൾ ഗ്യാസിന് ഗുളിക, സമാധാനം. അടുത്ത ഗ്യാസ് വരുമ്പോൾ ഗ്യാസിന് ഗുളിക, ഇത് തന്നെ പരിപാടി. ഒരിക്കലും ഇത് മാറില്ല. പക്ഷേ ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിൻ പ്രശ്നങ്ങളുണ്ടാകും, മുടിയുടെ പ്രശ്നം തുടങ്ങും, സ്ട്രെസ് ആങ്സൈറ്റി കൂടും, ഡിപ്രഷൻ ഉണ്ടാകും, പലതവണ സൂയിസൈഡൽ ടെൻഡൻസി വരും, ഒന്നും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും, മടി, ക്ഷീണം ഉണ്ടാകും, ഉറക്കം ക്ലിയർ ആകത്തില്ല. അങ്ങനെ പല 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 ബുദ്ധിമുട്ടുകൾ ഈ ഒരു സിമ്പിൾ ഗ്യാസ് എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിന് ഉണ്ടാകും. അതുകൊണ്ട് റൂട്ട് കോസ് മനസ്സിലാക്കി അത് ട്രീറ്റ് ചെയ്താൽ നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടും. അല്ലാതെ ഗ്യാസിന് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം ഈ പ്രശ്നമൊന്നും മാറത്തില്ല.